ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ചാനൽ. NIOS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായൊരു ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ടുള്ള essay ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഷോർട്ട് നോട്ടുകളും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിവതും വീഡിയോ കംപ്ലീറ്റ് ആയി കാണുവാൻ ശ്രമിക്കുക. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ഗുപ്ത പീരീഡ് ടു ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ആർട്ടും ആർക്കിടെക്ചറിലും ഗുപ്ത കാലഘട്ടത്തിലെ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളത് ക്വസ്റ്റ്യനാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രാർത്ഥനാ സമാജ്. പ്രാർത്ഥനാ സമാജിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മുടെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിൻ്റെ ആ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യനാണ്. പ്രാർത്ഥനാ സമാജിൻ്റെ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് സ്വാമി വിവേകാനന്ദ ടു സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് ഇൻ ഇന്ത്യ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ്റെ കോൺട്രിബ്യൂഷൻസ്, സാമൂഹികവും മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അക്ബേഴ്സ് സ്ട്രാറ്റജീസ് ഫോർ ഫോമിംഗ് അലയൻസ് വിത്ത് രജപുത്ത് റൂളേഴ്സ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അക്ബറിൻ്റെ പോളിസി അല്ലെങ്കിൽ അക്ബറിൻ്റെ സ്ട്രാറ്റജി, തന്ത്രം എന്തിനായിരുന്നു? രജപുത്ത് റൂളേഴ്സുമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള സൗഹാർദ്ദം സ്ഥാപിക്കുന്നതിനുള്ള അക്ബറിൻ്റെ തന്ത്രം എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അനലൈസ് ദ എക്കണോമിക് ഇഫക്റ്റ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ ഓൺ ഗ്ലോബൽ എക്കണോമിക്സ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ ലോക സാമ്പത്തിക മാന്ദ്യം എങ്ങനെയൊക്കെയാണ് നമ്മുടെ സാമ്പത്തിക രംഗങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് ബാധിച്ചിട്ടുള്ളത്, അത് അനലൈസ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഔട്ട്കം ഓഫ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? സെവൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഡസ് മ്യൂസിക്കൽ പ്ലേ ഇൻ സൂഫിസം എക്സ്പ്ലെയിൻ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. സൂഫിസത്തിൽ മ്യൂസിക്കൽ പ്ലേയുടെ പ്രാധാന്യം വിവരിക്കുക. എയ്ത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് റിവോൾട്ട് ഓഫ് 1857 ഇൻ ദി എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം 1857 കലാപത്തിൻ്റെ പ്രാധാന്യം. 10th ക്വസ്റ്റ്യൻ, ഹൗ വാസ് വേൾഡ് വാർ ഫസ്റ്റ് ഡിഫറെൻറ്റ് ഫ്രം പ്രീവിയസ് വാർ ഇൻ ഹിസ്റ്ററി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് വേൾഡ് വാർ മറ്റുള്ള യുദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ മുന്നേ നടന്നിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? 11th ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേസ് ഡിഡ് ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദ ഏർലി വേദിക് പീരീഡ് ഇവോൾവ് ഇൻ ടു ദി മോർ കോംപ്ലക്സ് ഹൈറാർക്കി ഒബ്സർവ്ഡ് ഇൻ ദ ലേറ്റർ വേദിക് പീരീഡ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏർലി വേദിക് പീരീഡിൽ നിന്നും ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴേക്കും സാമൂഹിക ഘടനയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? 12th ക്വസ്റ്റ്യൻ, എക്സാമിൻ എനി 2 ആസ്പെക്ട് ഓഫ് ദി ഹിക്ത സിസ്റ്റം ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൽ നിലനിന്നിരുന്ന ഹിക്ത സിസ്റ്റത്തിൻ്റെ 2 ആസ്പെക്റ്റുകൾ എന്തെല്ലാമാണ്? 13th ക്വസ്റ്റ്യൻ, എക്സാമിൻ എനി 2 റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട റിഫോംസുകൾ എന്തൊക്കെയായിരുന്നു? ടോക്കൺ കറൻസിയും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റലും ആയിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നടപ്പിലാക്കിയ 2 റിഫോംസുകൾ. 14th ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഫോർമുലേറ്റ് ഇക്കണോമിക് നാഷണലിസം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ദേശീയ നേതാക്കൾ സാമ്പത്തിക ദേശീയത ഫോർമുലേറ്റ് ചെയ്തത്? 15th ക്വസ്റ്റ്യൻ, എക്സാമിൻ എനി 2 സിഗ്നിഫിക്കൻറ്റ് റിസൾട്ട് ഓഫ് ബാറ്റിൽ ഓഫ് ബക്സർ. ബാറ്റിൽ ഓഫ് ബക്സറിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ എന്തൊക്കെയായിരുന്നു? 16th ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ പ്രൈമറി കോസസ് ഓഫ് ദി 1857 റിവോൾട്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 1857 കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. 17th ക്വസ്റ്റ്യൻ, അനലൈസ് ദ റോൾ ഓഫ് ദ ആർമി
5 key leaders of the 1857 revolt. 1857 കലാപത്തിലെ 5 പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ പ്രവർത്തനങ്ങളും എന്തൊക്കെയായിരുന്നു? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 1857 കലാപത്തിലെ 5 പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ പ്രവർത്തനങ്ങളും എന്തായിരുന്നു? 18th question. Explain the role of the lion capital of Ashoka and its significance in Indian history. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ സൊസൈറ്റിയിലെ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോകയുടെ പ്രാധാന്യം എന്തായിരുന്നു? 19th question. Explain the role of spoken language in cultural communication. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കൾച്ചറൽ കമ്മ്യൂണിക്കേഷനിൽ സ്പോക്കൺ ലാംഗ്വേജിൻ്റെ റോൾ എന്തൊക്കെയായിരുന്നു? 20th question. Explain the various stages of what is Cold War. ശീതസമരത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതെല്ലാമാണ്? ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജസ് അല്ലെങ്കിൽ ഘട്ടങ്ങൾ ഏതാണ്? 21st question. Describe the proliferation of caste during the Gupta period. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഗുപ്ത കാലഘട്ടത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് വിവരിക്കുക. അടുത്തത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ ഡെക്കാൻ പോളിസി ഓഫ് ഔറംഗസേബ്. ഔറംഗസേബിൻ്റെ ഡെക്കാൻ പോളിസി എന്തായിരുന്നു? 3rd question. Explain origin and meaning of Indian nationalism. How it is different from its European counterpart. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ദേശീയത യൂറോപ്യൻ കൗണ്ടർപാർട്ടിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? 24th question. Explain the characteristics of regionalism and regional states in India between AD 12th and 15th century. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റീജിയണലിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്താണ്? 12th സെഞ്ചുറി മുതൽ അല്ലെങ്കിൽ 15th സെഞ്ചുറി വരെയുള്ള കാലഘട്ടത്തിലെ റീജിയണൽ സ്റ്റേറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? 25th ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ മാപ്പ് NIOS ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ പ്രധാനപ്പെട്ടുള്ളതാണ്. 2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൺ ദി ഔട്ട്ലൈൻ പൊളിറ്റിക്കൽ ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ മാർക്ക് ദ ഫോളോയിങ്. എന്തൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്? മൗണ്ടൻ റേഞ്ച് വിന്ധ്യ മാർക്ക് ചെയ്യുക. മൗണ്ടൻ റേഞ്ച് ആയിട്ടുള്ള വിന്ധ്യ മാർക്ക് ചെയ്യുക. പെയിൻറ്റഡ് ഗ്രേവെയർ PGW സെറ്റിൽമെൻറ്റ് ഓഫ് ലാറ്റർ വേദിക് പീരീഡ്. ലാറ്റർ വേദിക് പീരീഡിലെ PGW സെറ്റിൽമെൻറ്റുകൾ എവിടെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടയാളപ്പെടുത്തുക. പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് മൈസൂർ ഇൻ 1947. 1947 ഒരു നാട്ടുരാജ്യമായിരുന്ന മൈസൂരിനെ അടയാളപ്പെടുത്തുക. 3 സൈറ്റ് ഓഫ് ഏർലി സത്യാഗ്രഹ ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട 3 സത്യാഗ്രഹങ്ങളുണ്ട്. ഏതൊക്കെയായിരുന്നു? ചമ്പാരൻ, കേദ, അതുപോലെ തന്നെ അഹമ്മദാബാദ്. അപ്പോൾ ചമ്പാരൻ, അഹമ്മദാബാദ്, കേദ സത്യാഗ്രഹങ്ങളുടെ ഏതൊക്കെയാണ്, ഏത് സ്ഥലങ്ങളിലാണെന്നുള്ളത് അടയാളപ്പെടുത്തുക. മോസ്റ്റ് പവർഫുൾ മഹാജനപദ. വളരെ 16 മഹാജനപദങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനപദം ഏതാണ്? മഗധയാണ്. അപ്പോൾ അത് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ സൈറ്റുകൾ മാർക്ക് ചെയ്യുക. മാപ്പിൽ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സൈറ്റുകൾ മാർക്ക് ചെയ്യുക. ലോത്തിലെ ബനാവലി, ധോളവീര, കാലിബംഗൻ, മോഹൻജുദാരോ. ഇത് മാർക്ക് ചെയ്യണതും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്.